ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റയില് ഈ അടുത്ത കാലത്ത് ഭയങ്കര വൈറലായിട്ടുള്ളൊരു സംഭവമുണ്ട്, പറ്റി കൂവകം റിച്വൽസ്. അത് ഇപ്പൊ നിങ്ങൾ കരയുന്നത് കണ്ടു. അപ്പോൾ കുറേ പേരൊക്കെ കമന്റ് ഇടുന്നു, ഇതെന്താണ്, ഇങ്ങനെ അഭിനയമാണോ അല്ലേ, ഒന്നും ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. വിധവകളെ പോലെ നടക്കുന്നത് കണ്ടു, കല്യാണം പോലെ കണ്ടു, അത് മുറിക്കുമ്പോൾ കരയുന്നത് കണ്ടു. ശരിക്കും എന്തായിരുന്നു അത്, ഉള്ളിൽ നിന്ന് വരുന്ന സംഭവമാണോ അതോ എന്തെങ്കിലും ആക്ടിങ് ഉണ്ടോ? ഇത് മഹാഭാരത യുദ്ധസമയത്ത് എന്താ പറയുക, യുദ്ധവിജയത്തിനായിട്ട്, പാണ്ഡവര വിജയത്തിനായിട്ട് അർജുനന്റെ മകൻ അറവാൻ സ്വയം ബലി കൊടുക്കാനായിട്ട് തയ്യാറാവുകയാണ് ചെയ്യുന്നത്. കാളിദേവിക്ക് കാളിപ്രീതിക്കായിട്ട് ബലി കൊടുക്കാനായിട്ട് തയ്യാറാവുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് വിവാഹം കഴിച്ചിട്ട് മരിക്കണം എന്നുള്ളൊരാഗ്രഹമായിരുന്നു പുള്ളിക്കുണ്ടായിരുന്നു. വീരമൃത്യു വരിക്കണം എന്നുള്ളൊരാഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തെ കല്യാണം കഴിക്കാനായിട്ട് സ്ത്രീകൾ ആരും തയ്യാറാവുന്നില്ല. അങ്ങനെ വന്ന സാഹചര്യത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ മോഹിനി രൂപം സ്വീകരിച്ചിട്ട് അറവാനെ വിവാഹം ചെയ്യുകയും പിറ്റേ ദിവസം വൈദവ്യം സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഐതിഹ്യം വരുന്നത്. അതിൽ നമ്മൾ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകളാണ് അവിടെ താലി കെട്ടുന്നതും. അതായത് അവിടെ അമ്പലത്തിൽ പോയി കഴിയുമ്പോൾ അവിടുത്തെ ക്ഷേത്രത്തിലെ പൂജാരി അതിൻ്റെ ഐതിഹ്യത്തിൻ്റെ ഒരു എന്താ പറയുക തുടർച്ച എന്നോണം താലി കെട്ടുകയും പിറ്റേ ദിവസം താലി അറുക്കുകയും വളകളടയ്ക്കുകയും വൈദവ്യം സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് വെള്ള വസ്ത്രം ധരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം മോഹിനികളായിട്ടാണ് ട്രാൻസ് മനുഷ്യരെ ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിലും കാണുന്നത്. ഇപ്പം ഞാൻ അവിടെ പോയ സമയത്താണെങ്കിൽ പോലും അത്രയും റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് അവിടെയുള്ള ആളുകൾ നമ്മളെ അടുത്ത് കാണുന്നതും സംസാരിക്കുന്നതും എല്ലാം. എവിടെ ചെന്നാലും എനിക്കത് ഫീൽ ചെയ്തു കേട്ടോ. എവിടെ ചെന്നാലും ആ ഒരു റെസ്പെക്റ്റ് തരുന്നത് ഫീൽ ചെയ്തു. അതല്ലാതെ ഇവിടെയൊക്കെ എനിക്കിപ്പോൾ കളിയാക്കുകളൊന്നും നേരിടാറില്ല. അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടയ്ക്ക് വരുന്ന കമൻസ് മാത്രമേ ഉള്ളൂ. അതല്ലാതെ നടന്നു പോകുമ്പോഴോ പുറത്ത് പോകുമ്പോഴൊന്നും അങ്ങനെ ഒരാളും കളിയാക്കാറൊന്നും ഇല്ല. പക്ഷെ അവിടെയും അങ്ങനെ ആരെയും കളിയാക്കുന്നത് പോലെയൊന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ അത്രയും ഒരു വിശുദ്ധമായിട്ടുള്ളൊരു ഭൂമിയാണ് അമ്പലം ചുറ്റിപ്പറ്റിയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ നല്ല രീതിയിൽ അത് വൈറലായിരുന്നു. നിങ്ങൾ ഇമോഷൻസ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത് കണ്ടു. ശരിക്കും ഇമോഷണലി ആ സമയത്ത് അത്രയും വീക്ക് ആവുന്നതാണോ അത്? നമുക്ക് സങ്കടം ഉണ്ടാവും, ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടാവും. കാരണം നമ്മൾ ഒരു ദിവസത്തേക്ക് നമ്മുടെ വിവാഹമാണ് അവിടെ നടക്കുന്നത്. നമ്മൾ ഒരു ദിവസത്തേക്ക് അറവാനെ വിവാഹം ചെയ്യാണ്. പിറ്റേ ദിവസം നമ്മൾ വൈദ്യവ്യം സ്വീകരിക്കുക. അപ്പം വൈദ്യവ്യം സ്വീകരിക്കുമ്പോൾ തമിഴ്നാട്ടിലെ പോലെ താലി അറുത്ത് കയ്യിലെ വളകളൊടച്ച് എന്താ പറയുക, നമ്മുടെ കുങ്കുമം മാച്ച്, നമ്മുടെ പൂവെടുത്ത് കളഞ്ഞ് സീമന്തം എല്ലാം മാറ്റി നമ്മുടെ കല്ലുമിട്ടി ഊരും എല്ലാം ഊരും. അങ്ങനെ നമ്മൾ എന്നിട്ട് വെള്ള വസ്ത്രം ധരിച്ച് നമുക്കത് ഉള്ളിൽ നമുക്കത് ഫീൽ ചെയ്യും. നമുക്ക് ആ സങ്കടം, നമ്മുടെ വിഷമം, നമ്മളുടെ ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാവുമല്ലോ. ഓരോ മനുഷ്യർക്കും ഓരോരോ സങ്കടങ്ങൾ ഉണ്ടാവും അവരുടെ ലൈഫിൽ കടന്നു പോകുന്ന വഴികളിലൂടെയൊക്കെ. അപ്പം ഒരു ട്രാൻസ് പേഴ്സൻ്റെ മനസ്സിനുണ്ടാകുന്ന സങ്കടങ്ങളെല്ലാം അവിടെ ഇറക്കി വയ്ക്കുന്നു എന്നും കൂടെ പറയപ്പെടുന്നു.